റെക്കോർഡ്സ് ആൻഡ് വേരിയൻസ്. അപ്പോൾ റെക്കോർഡിനെ തന്നെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക, വേരിയൻസിനെയാണ് യൂണിയൻ എന്ന് പറയുക. ഫസ്റ്റ് റെക്കോർഡ് എന്താ നോക്കാം. റെക്കോർഡ് മീൻസ് റിലേറ്റഡ് ഡേറ്റ ഓഫ് ഹെട്രോജീനിയസ് ടൈപ്സ്. അപ്പോൾ ഹെട്രോജീനിയസ് ഡേറ്റ ടൈപ്സ് അഥവാ കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സിനെ സ്റ്റോർ ചെയ്യാനും അതിനകത്ത് ചില ഓപ്പറേഷൻസ് മാനിപ്പുലേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. റെക്കോർഡിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. എപ്പോഴും അത് കണ്ടിന്യൂസ് ആവണം നിർബന്ധമില്ല. ഇടയ്ക്ക് ചിലപ്പോൾ മെമ്മറി വേസ്റ്റേജ് ഒക്കർ ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ മെമ്മറി വേസ്റ്റ്, ഇപ്പോൾ റെക്കോർഡിൻ്റെ സ്പേസ് കണ്ടിന്യൂസ് ആണ്, അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സ്പേസ് വേസ്റ്റേജ് വന്നുവെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഹോൾ. ഇതാണ് റെക്കോർഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് മെമ്മറി വേസ്റ്റേജ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾ. അപ്പോൾ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കമ്പൈലേഴ്സ് ഈ ഹോൾസ് കൊണ്ടുണ്ടാകുന്ന മെമ്മറി വേസ്റ്റേജിനെ മിനിമൈസ് ചെയ്യാറുണ്ട് ബൈ റീഅറേഞ്ചിങ് ഓഫ് ഫീൽഡ്സ് എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത് താഴോട്ട് വരുമ്പോൾ നോക്കാം. സി കമ്പൈലേഴ്സിൽ ഹോൾസിനെ മിനിമൈസ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നില്ല. അപ്പോൾ റെക്കോർഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സ്ട്രക്ചർ റെക്കോർഡിന് എക്സാമ്പിളാണ്. അപ്പോൾ വി ആർ യൂസിങ് ദ കീവേഡ് സ്ട്രക്ട്. ദെൻ സ്ട്രക്ചറിൻ്റെ പേരാണ്, സ്ട്രക്ചർ നെയിമാണ് എലമെൻറ്റ്. അതിനകത്ത് കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സിനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്കലിൽ എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. അവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്ന പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് ടൈപ്പ് എലമെൻറ്റ് ഈക്വൽ ടു റെക്കോർഡ്. അപ്പോൾ എലമെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ടൈപ്പ് റെക്കോർഡ് എന്നാണ് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ദെൻ ഇവിടെ നെയിം ഈസ് ഓഫ് ടൈപ്പ് 2_char. Atomic number is of type integer. Atomic weight _weight is of type real. And metallic is of type boolean. ബൂളിയൻ എന്ന് പറയുന്നത് C99 എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഒരു ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ. ഇവിടെ നെയിം ഈസ് ഓഫ് ടൈപ്പ് 2_char. അപ്പോൾ ഇവിടെ നെയിമിനെ നമ്മളൊരു പാക്ഡ് അറേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പാക്ഡ് അറേ എന്താണെന്നുള്ള താഴോട്ട് വരുമ്പോൾ നോക്കാം. പാക്ഡ് അറേയുടെ സൈസാണ് ലോവർ ബൗണ്ടാണ് 1, അപ്പർ ബൗണ്ടാണ് 2. അതായത് അവിടെ നമുക്ക് 2 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു റെക്കോർഡിനകത്ത് ഉള്ള കമ്പോണൻസിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റെക്കോർഡിനകത്തുള്ള ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീൽഡ്. റെക്കോർഡിനകത്തുള്ള ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ്. അപ്പോൾ ഈ ഫീൽഡിനെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ നോക്കാം. വി ക്യാൻ ആക്സസ് ഫീൽഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ എലമെന്റിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആണ് സി. അപ്പോൾ സി ഡോട്ട് നെയിം ഓഫ് 0 സി ഡോട്ട് അറ്റോമിക് നമ്പർ ഈക്വൽ ടു 45. അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീൽഡിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇൻ സി ലാംഗ്വേജ്, ഫോർട്രാൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഫീൽഡിനെ ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട്, അങ്ങനെയാണ് നമ്മൾ സി ലാംഗ്വേജിൽ ഫീൽഡിനെ ആക്സസ് ചെയ്യുന്നത്. ഫോർട്രാൻ ലാംഗ്വേജിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത് യൂസിങ് പെർസെൻറ്റേജ് സൈൻ, സി പെർസെൻറ്റേജ് നെയിം. ഡോട്ട് ഓപ്പറേറ്ററിന് പകരം നമ്മളിവിടെ പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്യുന്നത്. സി പെർസെൻറ്റേജ് അറ്റോമിക് നമ്പർ. അങ്ങനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഫീൽഡ്സിനെ ആക്സസ് ചെയ്യുന്നത്, റെക്കോർഡിനകത്തുള്ള ഇൻഡിവിജ്വൽ ഫീൽഡിനെ. കബോൾ, ആൽഗോൾ 69 ലാംഗ്വേജസിൽ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഡോട്ട് വി ആർ യൂസിങ് ഓഫ്, നെയിം ഓഫ് സി ആൻഡ് അറ്റോമിക് വെയിറ്റ് ഓഫ് സി. ദെൻ ML എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡോട്ട് ഓപ്പറേറ്ററിന് പകരം വി ആർ യൂസിങ് ഹാഷ് നെയിം ഓഫ് സി, ഹാഷ് അറ്റോമിക് വെയിറ്റ് ഓഫ് സി. കോമൺ ലിസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വി ആർ യൂസിങ് എലമെന്റ് ഹൈഫൻ നെയിം സി, എലമെന്റ് ഹൈഫൻ അറ്റോമിക് വെയിറ്റ് സി. ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ റെക്കോർഡിനകത്തുള്ള ഫീൽഡിനെ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ ആക്സസ് ചെയ്യുന്നത്. സി ലാംഗ്വേജിൽ വി ആർ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ദെൻ ഫോർട്രാൻ വി ആർ യൂസിങ് പെർസെൻറ്റേജ്. Then COBOL and ALGOL 68 we are using off. Then ML we are using hash and list we are using hyphen. Nested record എന്താണെന്ന് നോക്കാം. നെസ്റ്റഡ് റെക്കോർഡ് മീൻസ് ഒരു സ്ട്രക്ചറിനകത്ത് വേറൊരു സ്ട്രക്ചർ എഴുതുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് നെസ്റ്റഡ് റെക്കോർഡ്. ഇവിടെ സ്ട്രക്ചർ O എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ട്. അതിനകത്താണ് ഞാൻ ഈ ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർ Oയ്ക്കകത്താണ് ഞാൻ ഈ ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് എക്സാമ്പിൾ ഫോർ നെസ്റ്റഡ് റെക്കോർഡ്. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ വേരിയബിൾ ആണ് എലമെന്റ് അണ്ടർസ്കോർ yielded. ദെൻ ഓൾട്ടർനേറ്റ് നെസ്റ്റിംഗിൽ
ഇവിടെ സ്ട്രക്ട് ഒ എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചർ വേരിയബിൾ ആണ് കീ. ദെൻ സ്ട്രക്ട് എലമെന്റ് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ട് എലമെന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആയിരുന്നു ഏത്? എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ്. ഇതിന് മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്ട്രക്ട് എലമെന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആയ എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡിനെ ഞാൻ ഈ സ്ട്രക്ട് ഒയ്ക്കകത്താണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ? ദാറ്റ് മീൻസ് ഈ സ്ട്രക്ചർ എലമെന്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആയ എലമെന്റ് ഈൽഡഡ്, ഇതിനെ എലമെന്റ് ഈൽഡഡിനെ ഞാൻ സ്ട്രക്ട് ഒയ്ക്കകത്താണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്ട്രക്ട് ഒയ്ക്കകത്ത് നെസ്റ്റ് ചെയ്തേക്കുവാണ് ഇതിനെ, സ്ട്രക്ട് എലമെന്റിനെ. സ്ട്രക്ചറിനകത്ത് നമുക്ക് എങ്ങനെയാണ് എലമെന്റ്സിനെ ഫീൽഡിനെ ആക്സസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ എനിക്കിപ്പോൾ അറ്റോമിക് നമ്പർ ഇതിനെ എനിക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതും? പാസ്കൽ അഥവാ സി ലാംഗ്വേജിൽ എങ്ങനെ എഴുതും? കീ ഡോട്ട് ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എലമെന്റിനകത്താണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ എലമെന്റിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആയിരുന്നു എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ്. അപ്പോൾ കീ ഡോട്ട് എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ് ഡോട്ട് അറ്റോമിക് നമ്പർ. കണ്ടോ? അപ്പോൾ ഈ സ്ട്രക്ചർ എലമെന്റിന്റെ സ്ട്രക്ചർ വേരിയബിൾ ആണ് എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ്. അപ്പോൾ ഈ സ്ട്രക്ചറിന്റെ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ്. എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് വരും. ദാറ്റ് മീൻസ് സ്ട്രക്ചർ ഒയ്ക്കകത്താണ് സ്ട്രക്ചർ എലമെന്റ് നെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റ് നെസ്റ്റിംഗ് ഡോട്ട് അറ്റോമിക് നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ പാസ്കൽ അഥവാ സി ലാംഗ്വേജിൽ നമ്മൾ ഫീൽഡിനെ ആക്സസ് ചെയ്യുന്നത്. ദെൻ കൊബോൾ ലാംഗ്വേജിൽ നമ്മൾ വി ആർ യൂസിങ് ഈ ഓൾട്ടർനേറ്റ് നെസ്റ്റിംഗിലുള്ള ഫീൽഡിനെ ആക്സസ് ചെയ്യാൻ വി ആർ യൂസിങ് അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് അണ്ടർസ്കോർ ഈൽഡ് ഓഫ് കീ. ML ലാംഗ്വേജിൽ ഹാഷ് അറ്റോമിക് നമ്പർ ഹാഷ് എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ് കീ. കോമൺ ലിസ്പിൽ എലമെന്റ് ഹൈഫൻ അറ്റോമിക് ഈക്വൽ അറ്റോമിക് അണ്ടർസ്കോർ നമ്പർ, ഇവിടെ അണ്ടർസ്കോർ എന്നാണേ, അണ്ടർസ്കോർ നമ്പർ O ഹൈഫൻ എലമെന്റ് അണ്ടർസ്കോർ ഈൽഡഡ് കീ. ഇനി നമുക്ക് സ്ട്രക്ചറിന്റെ മെമ്മറി ലേഔട്ട് അങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സ്ട്രക്ചറിനകത്ത് മെമ്മറി ലേഔട്ട് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും. ചില കേസിൽ അവിടെ അഡ്ജസന്റ് മെമ്മറി ലൊക്കേഷൻസിന്റെ ഇടയിൽ ചില മെമ്മറി വേസ്റ്റേജ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ മെമ്മറി ലേഔട്ട് ഓഫ് സ്ട്രക്ചർ അഡ്ജസന്റ് ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കമ്പൈലേഴ്സ് ഈ റെക്കോർഡിലുള്ള ഫീൽഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് യൂസിങ് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ വിത്ത് ഡിസ്പ്ലേസ്മെന്റ് അഡ്രസ്സിംഗ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു 32 ബിറ്റ് മെഷീനാണ്. 32 ബിറ്റ് മെഷീനിൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ നെയിമിൻ്റെ ടൈപ്പ് ആയിരുന്നു ക്യാറിന് ടു ബൈറ്റ്സ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഇത് വേർഡ് അലൈൻഡ് ആണ്. വേർഡ് അലൈൻഡ് മീൻസ് ഒരു ഇതെന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ്. അപ്പോൾ ക്യാരക്ടറിന് അവിടെ 2 ബൈറ്റ് ആയിരുന്നു വേണ്ടത്. സോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 2 ബൈറ്റ് ഈസ് വേസ്റ്റഡ് ആയേക്കുവാണ്, അതായത് ഹോളാണ്. അറ്റോമിക് നമ്പറിന് 4 ബൈറ്റ്സ്, അറ്റോമിക് വെയിറ്റിന് 4 ബൈറ്റ്. ദെൻ അറ്റോമിക് വെയിറ്റ് പറഞ്ഞാൽ ഡബിൾ ആയിരുന്നു, സോ 8 ബൈറ്റ്സ്. ദെൻ മെറ്റാലിക്കിന് ബൂളിയൻ ആയിരുന്നു, സോ 1 ബൈറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഇസ് എ ഹോൾഡ്, മെമ്മറി വേസ്റ്റേജ് ആണ്. ഹോൾ എന്ന് പറഞ്ഞാൽ ഹോൾ മീൻസ് വേസ്റ്റേജ് ഓഫ് മെമ്മറി. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്ഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. നേരത്തെ നമ്മൾ കണ്ടു നെയിമിന് ഈസ് ഓഫ് ടൈപ്പ് പാക്ഡ് അറേ എന്നായിരുന്നു പറഞ്ഞത്. പാക്ഡ് അറേ എന്താണ് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് പാക്ഡ് റെക്കോർഡ്. അപ്പോൾ പാക്ഡ് റെക്കോർഡ് ഈ ഹോളിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്ഡ് റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. അതായത് പാക്ഡ് റെക്കോർഡ് പുഷസ് ഫീൽഡ്സ് ടുഗെദർ, ഫീൽഡ്സിനെ കണ്ടിന്യൂസ് ആക്കും. അതായത് ഹോൾസ് അവിടെ ഇല്ലാണ്ടാവും, വിത്തൗട്ട് ഹോൾസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്ഡ് റെക്കോർഡ് യൂസ് ചെയ്യുന്നത്. പാക്ഡ് റെക്കോർഡ് ഹോൾസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഫീൽഡ്സ് എല്ലാം അഡ്ജസന്റ് ലൊക്കേഷൻസിലാവും, കണ്ടിന്യൂസ് ലൊക്കേഷൻസിലാവും. അപ്പോൾ പാക്ഡ് റെക്കോർഡിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, അതായത് വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, നേരത്തെ നെയിം കഴിഞ്ഞിട്ട് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഹോൾ ആയിരുന്നു. അപ്പോൾ പാക്ഡ് റെക്കോർഡ് കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ വി ആർ അവോയ്ഡിങ് ദി ഹോൾസ്, വി ആർ പുഷിങ് ഫീൽഡ്സ് ടുഗെദർ. ഇപ്പോൾ അറ്റോമിക് നമ്പർ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു, അറ്റോമിക് നമ്പർ 2 ബൈറ്റ് ഇവിടെ ഹോൾഡ് ചെയ്തു, ദെൻ റെസ്റ്റ് 2 ബൈറ്റ്സ് ഇവിടെ ഹോൾഡ് ചെയ്തു. ദെൻ അറ്റോമിക് വെയിറ്റ് ദെൻ മെറ്റാലിക്. അറ്റോമിക് വെയിറ്റ് 8 ബൈറ്റ്സ് ആയിരുന്നു, 2 ബൈറ്റ്സ് ഇവിടെ, 4 ബൈറ്റ്സ് 8 ബൈറ്റ്സ്, 4 ബൈറ്റ്സ് ഇവിടെ, ദെൻ റെസ്റ്റ് 2 ബൈറ്റ്സ് ഇവിടെ. അപ്പോൾ 4 + 2 + 2 8. ദെൻ മെറ്റാലിക്കിൻ്റെ 1 ബൈറ്റ്. കണ്ടോ, ഇവിടെ ഹോൾസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഈ ഫിഗറിൽ, ഹോളേ ഇല്ല. അപ്പോൾ പാക്ഡ് റെക്കോർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോൾസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും.
Holes means waste of space. Packing, packed array eliminates holes, but at heavy cost. ഇനി ഹോൾസ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു സൊല്യൂഷൻ ആണ് സോർട്ടിംഗ് ഓഫ് ഫീൽഡ്സ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മിനിമൈസിങ് ഹോൾസ് ബൈ അലൈനിങ് ദ ഫീൽഡ്. മിനിമൈസിങ് ദി ഹോൾസ്, കമ്പൈലർ മിനിമൈസസ് ദ ഹോൾസ് ബൈ അലൈനിങ് ദ ഫീൽഡ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഫീൽഡിനെ അലൈൻ ചെയ്യുന്നത്? ഫീൽഡ്സ് ആർ സോർട്ടഡ് ഓർ അലൈൻഡ് അക്കോർഡിംഗ് ടു ദി സൈസ് ഓഫ് അലൈൻമെന്റ്. അതായത് നമ്മൾ അലൈൻ ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫ് വേർഡ് അലൈൻ ചെയ്യും, ദെൻ ഒരു ഫുൾ ലെങ്ത് വേർഡ് എക്സെട്ര എക്സെട്ര, ചെറുതിൽ നിന്ന് വലുതിലോട്ട് അലൈൻ ചെയ്ത് പോകും. നെയിം, മെറ്റാലിക്, അറ്റോമിക് നമ്പർ, അറ്റോമിക് വെയിറ്റ്. അതായത് നമ്മൾ ഹോൾസിന്റെ സ്പേസ് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം റീ അറേഞ്ച് ചെയ്യും. അതായത് ഈ ഫീൽഡ്സിനെ എല്ലാം റീ അറേഞ്ച് ചെയ്യും. ഇവിടെ നെയിമിന്റെ അടുത്ത് മെറ്റാലിക്കിനെ കൊണ്ടുവന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഹോൾ വെച്ചിട്ടുള്ള മെമ്മറി വേസ്റ്റേജിനെ കാട്ടി കുറച്ചുകൂടി മെമ്മറി വേസ്റ്റേജ് കുറഞ്ഞു. ദാറ്റ് ഇസ് എന്താണ് സോർട്ടിംഗ് ഓഫ് ഫീൽഡ്സ്, റീഅറേഞ്ചിങ് ഓഫ് sorting of fields അല്ലെങ്കിൽ rearranging of fields to minimize the whole. Next is union. Union or variant record. അപ്പോൾ യൂണിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയനകത്ത് നമ്മൾ കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സിനെയാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്പിൽ ഏറ്റവും ലാർജ് മെമ്മറി സ്പേസ് വേണ്ടുന്ന ഡേറ്റ ടൈപ്പിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ബാക്കിയുള്ള ചെറിയ ചെറിയ മെമ്മറി വേണ്ടവർ ആ മെമ്മറീനെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അപ്പോൾ യൂണിയനിലുള്ള ആ ഒരു എന്താണ് സ്മോളസ്റ്റ് കമ്പോണന്റ്, ആ ഒരു ചെറിയ ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് വേരിയന്റ്. സി ലാംഗ്വേജിൽ ഒരു എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹയസ്റ്റ് മെമ്മറി വേണ്ടത് ഡബിളിനാണ്, ഡബിൾ ഡി. അപ്പോൾ ഡബിൾ ഡിക്ക് വേണ്ടുന്ന മെമ്മറി അലോക്കേറ്റ് ചെയ്യും, ഇൻറ്റും ബൂളും ആ മെമ്മറി സ്പേസ് ഷെയർ ചെയ്യും. ദാറ്റ് ഇസ് യൂണിയൻ. യൂണിയന്റെ പർപ്പസ് എന്തൊക്കെയാണ്? നമ്മൾ യൂണിയൻ യൂസ് ചെയ്യുന്നത് സിസ്റ്റം പ്രോഗ്രാമിംഗിലാണ്. അതായത് സിസ്റ്റം പ്രോഗ്രാമിംഗ് വേർ യൂണിയൻ അലൗസ് ദ സെയിം സെറ്റ് ഓഫ് ബൈറ്റ്സ് ടു ബി ഇന്റർപ്രറ്റഡ് ഇൻ ഡിഫറെന്റ് വേസ് ആൻഡ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സാമ്പിൾ ആണ് സ്റ്റോറേജ് യൂസ്ഡ് ആസ് അൺഅലോക്കേറ്റഡ് സ്പേസ്. ആ സെയിം സ്റ്റോറേജ് തന്നെ എനിക്ക് ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് സെയിം മെമ്മറി സ്പേസ് ക്യാൻ ബി ഷെയർഡ് ഫോർ യൂസർ അലോക്കേറ്റഡ് ഡേറ്റ ഓഫ് ആർബിറ്ററി ടൈപ്സ്. ദാറ്റ് ഇസ് യൂണിയൻ. ഹോൾസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഹോൾസിനെ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്തത്? പാക്ഡ് അറേ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാക്ഡ് അറേ ഓഫ് കെയർ, പാക്ഡ് അറേ സൈസ് ഓഫ് കെയർ നമ്മളിവിടെ കൊടുത്തത്. പാക്ഡ് അറേ minimizes a whole by pushing the fields together. കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സിനെ പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്സിനെ പാക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ് അഥവാ യൂണിയൻ യൂസ് ചെയ്തത്. സോ ഇവിടെ വാല്യൂ മോഡൽ വേഴ്സസ് റെഫറൻസ് മോഡൽ. വാട്ട് ഹാപ്പൻസ് വെൻ എ കോമ്പോസിറ്റ് വാല്യൂ ഈസ് അസൈൻഡ് ടു എ വേരിയബിൾ ഓഫ് സെയിം ടൈപ്പ്? വാല്യൂ മോഡൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് കോമ്പോസിറ്റ് വാല്യൂസ് ആർ കോപ്പീഡ് ഡയറക്ട്ലി ടു ദി കോമ്പോസിറ്റ് വേരിയബിൾ. ആ കോമ്പോസിറ്റ് വാല്യൂനെ കോമ്പോസിറ്റ് വേരിയബിളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് വാല്യൂ മോഡൽ. ഇൻ കേസ് ഓഫ് റെഫറൻസ് മോഡൽ, ദ കോമ്പോസിറ്റ് വേരിയബിൾ ഈസ് മെയ്ഡ് ടു കണ്ടെയ്ൻ എ റെഫറൻസ് ടു ദി കോമ്പോസിറ്റ് വാല്യൂ. ഇറ്റ് ഈസ് റെഫറിംഗ് ടു ദി കോമ്പോസിറ്റ് വാല്യൂ. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്ട്രക്ചറിന് പകരം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് ജാവയിൽ. വാല്യൂ മോഡൽ അഡോപ്റ്റ് ചെയ്യുന്നത് പ്രിമിറ്റീവ് വാല്യൂസിനാണ്. റെഫറൻസ് മോഡൽ യൂസ് ചെയ്യുന്നത് ഒബ്ജക്ട്സിനാണ്. ജാവയിൽ നമ്മൾ ക്ലാസ് ആണ്, റെക്കോർഡിന് പകരം നമ്മൾ ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ പ്രിമിറ്റീവ് വാല്യൂസ് അഡോപ്റ്റ് ചെയ്യുന്ന വാല്യൂ മോഡലും ഒബ്ജക്ട്സ് അഡോപ്റ്റ് ചെയ്യുന്നത് റെഫറൻസ് മോഡലുമാണ്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യുന്നത് റെഫറൻസ് മോഡൽ മാത്രമാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. വാല്യൂ മോഡലിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് യൂസിങ് അഡ ലാംഗ്വേജ്. അഡ ലാംഗ്വേജസ് യൂസസ് വാല്യൂ മോഡൽ. ഇവിടെ ഒരു റെക്കോർഡാണ് ഈ കാണുന്നത്. റെക്കോർഡ് ഇസ് ഓഫ് ടൈപ്പ് ഡേറ്റ്, ഇയർ ഉണ്ട്, മന്ത് ഉണ്ട്, ഡേ നമ്പർ ഉണ്ട്. ഇവിടെ ഡേറ്റിൻ്റെ വാല്യൂ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് 2004 January 1. സോ ഇവിടെ ഡേറ്റ് എ, ദ വാല്യൂ ഓഫ് ഡേറ്റ് എ ഈസ് കോപ്പീഡ് ടു ഡേറ്റ് ബി. അപ്പോൾ ഡേറ്റ് എയിൻ്റെ മെമ്മറിയിലുള്ള വാല്യൂസ് ആണ് ഈ കാണുന്നത് 2004 January 1.
Then date A, value of date A is copy, initialize ചെയ്തിരിക്കുന്ന values is copied to date B. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇയർ ആണിത്, മന്ത് ആണിത്, ഡേ നമ്പർ ആണിത്. ഇവിടെ ഡേറ്റ് ബി ഡോട്ട് വൈ ഈക്വൽ ടു 2005. ബി ഡോട്ട് വൈ ഇത് എന്തായി, ബി ഡോട്ട് വൈ എന്തായി 2005 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഡേറ്റ് ബിൻ്റെ അവിടെ ഈ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന 2005 എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത് മെമ്മറിയിലോട്ട്. അതായത് 1 ജാനുവരി 2005 എന്നാവും. ഡേറ്റ് എന്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ആയിരിക്കും. വാല്യൂ മോഡലിന്റെ കേസിൽ ഡേറ്റ് എയിലേക്ക് പാസ് ചെയ്യണത് 2004 ജാനുവരി 1 എന്നായിരിക്കും. ഡേറ്റ് ബിന്റെ കേസിൽ ഡേറ്റ് എ ഇസ് കോപ്പി ടു ഡേറ്റ് ബി, ദെൻ ഡേറ്റ് ബിയിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് ബി ഡോട്ട് വൈ ഇയർ എന്ന് പറയുന്നത് 2005 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പാസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് 2005 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, 2005, ബാക്കിയെല്ലാം ജാനുവരി 1. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വാല്യൂ മോഡൽ ഇൻ അഡ. നമ്മൾ പറഞ്ഞു ജാവയിൽ എന്താ പറയുക, വാല്യൂ മോഡലും ഉണ്ട്, റെഫറൻസ് മോഡലും ഉണ്ട്. പ്രിമിറ്റീവ് ടൈപ്സ് യൂസ് ചെയ്യുന്നത് വാല്യൂ മോഡലും, ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത് റെഫറൻസ് മോഡലും ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ നോക്കുന്നത്. ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നത് റെഫറൻസ് മോഡൽ. ഇവിടെ നമ്മൾ ഡൈനാമിക് മെമ്മറി ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആണ്. ഇവിടുത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓഫ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ എഴുതുക. ജാവയിൽ ക്ലാസ് ആണ്. അപ്പോൾ ഡേറ്റ് ആറിനകത്ത് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആണ് 2004, 1, 1, ഇയർ 2004, മന്ത് 1 ആൻഡ് ഡേ 1. ദെൻ ഡേറ്റ് എസ്സിൽ കൊടുത്തിരിക്കുന്നത് 2004, 12, 25. Here date R is copied to date S. Date R is copied to date S. പക്ഷേ ഡേറ്റ് R dot Y ഇയർ എന്ന് പറയുന്നത് 2005, ഒബ്ജക്റ്റ് പാസ് ചെയ്തിരിക്കുന്നത് 2005 എന്നാണ്. സോ ഇവിടെ എന്ത് വരും, ഡേറ്റ് R is copied to date S. അപ്പോൾ ആറിലുള്ള മന്തും ഇയറും എന്താണ്, 1, 1 ആണ്. 1, 1. ഇയർ പക്ഷേ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 2005 എന്നാണ്. സോ അപ്പോൾ ഇവിടെ എന്ത് വരും, 2005. അപ്പോൾ ഡേറ്റ് ആറും ഇങ്ങോട്ടേക്കാണ് റെഫർ ചെയ്യുന്നത്, ഡേറ്റ് എസും ഇങ്ങോട്ടേക്ക് തന്നെയാണ് റെഫർ ചെയ്യുന്നത്. അതായത് ഒരു മിനിറ്റ്, ഡേറ്റ് ആറും ഡേറ്റ് എസും മെമ്മറി ലൊക്കേഷനിൽ ഉള്ള ഈ വാല്യൂസിലേക്കാണ് റെഫർ ചെയ്യുന്നത്. 2005, 1, 1. ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് മുന്നേ ഡേറ്റ് ആർ ഇസ് കോപ്പി ടു ഡേറ്റ് എസ്. അപ്പോൾ അവിടെയുള്ള വാല്യൂ 2004, 1, 1 എന്നായിരുന്നു. ഇവിടെ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ പാസ് ചെയ്തപ്പോഴത്തേക്ക് ഇയറിന്റെ വാല്യൂ അവിടെ എന്താവും, 2005 ആവും. അപ്പോൾ ഡേറ്റ് ആർ ഇസ് കോപ്പി ടു ഡേറ്റ് എസ്. സോ ഡേറ്റ് ആറും ഡേറ്റ് എസും റെഫർ ചെയ്യണത് മെമ്മറിയിലുള്ള ഈ ഒരു വാല്യൂവിനെ ആയിരിക്കും റെഫർ ചെയ്യുക. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ മോഡൽ ആൻഡ് റെഫറൻസ് മോഡൽ. ഇവിടെ ഡേറ്റ് ആർ ആൻഡ് ഡേറ്റ് എസ് ഇസ് ഓഫ് ടൈപ്പ് ഡേറ്റ്. രണ്ടിൻ്റെയും കോമ്പോസിറ്റ് വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന രണ്ടിൻ്റെയും ടൈപ്പ് ഇസ് സെയിം. ഡേറ്റ് സെയിം ടൈപ്പായ ഡേറ്റ് ആയിരുന്നു. ഡേറ്റ് ആറിൻ്റെതും ഡേറ്റ് ആർ ആൻഡ് ഡേറ്റ് എസ് ടൈപ്പ് പറയുന്നത് സെയിം ആണ്. ഇറ്റ് ഇസ് ഓഫ് ടൈപ്പ് ഡേറ്റ്.